ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെൻ കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയായി 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കാണിത്. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡും ഫ്രോസ്റ്റഡ് വിപ്പിംഗ് ക്രീമുമാണ്. ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായി കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വിപ്പിംഗ് പൗഡർ ഒരു ബൗളിലിടുക, അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക, അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. 6 to 7 മിനിറ്റ്സ് എടുക്കും വിപ്പിംഗ് ക്രീം റെഡിയായി വരുവാൻ. ഇതിലേക്ക് 2 സ്പൂൺ ചോക്ലേറ്റ് പൗഡർ കൂടി ചേർക്കുക. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ടുണ്ട്. അതിനുശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ക്രീം തണുപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിൽ ഞാൻ 1 സ്പൂൺ ഹണി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം 1 പീസ് ബ്രെഡ് വെക്കുക. ഷുഗർ സിറപ്പ് പുരട്ടിക്കൊടുക്കുക. അതിന് മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം വെക്കുക. വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എത്ര ലെയർ കേക്ക് വേണോ അത്രയും പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ 7 ലെയറുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. 7 പീസ് ഓഫ് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് ബ്രെഡ് ആയിരുന്നു ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ബ്രൗൺ ബ്രെഡ് വെച്ചും ഇത് ഉണ്ടാക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന 3-4 വീഡിയോകൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ റെസിപ്പി വേണ്ടവർ ചാനൽ പേജിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായ റെസിപ്പി ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്രീം വെച്ച് ബ്രെഡ് നന്നായി കവർ ചെയ്തെടുക്കാം. സൈഡിലൊക്കെയും ക്രീം പുരട്ടി കൊടുക്കുക. കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിന് ശേഷം പ്ലേറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാം. M&M ചോക്ലേറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജെംസോ അല്ലെങ്കിൽ ചോക്ലേറ്റാണ് ഇഷ്ടമെങ്കിൽ ചോക്ലേറ്റ് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് പീസ് ചെയ്ത് നോക്കാം. ലെയറായിട്ടുള്ള നല്ല ഒരു ചോക്ലേറ്റ് കേക്ക് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ചോക്ലേറ്റ് കേക്ക്. വളരെ ഈസിയായി നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന
പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്